ideas. ഞങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ച ഐറ്റം പക്ഷെ അത് വേറെ ഐറ്റം ആയിപ്പോയി. ഞങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ച ഒരു ഐറ്റം ആയിരുന്നു. അപ്പൊ അത് ഒരു കോളാവുന്ന കണ്ട സമയത്ത് ഞങ്ങൾ അത് വേറെ ഐറ്റം ആക്കി അല്ലേ? അതാണ് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഈ ഐറ്റവും കാണുക. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകവും പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ രൂപത്തിൽ കുഴച്ചിട്ട് 1 മണിക്കൂർ അത് അടച്ചു വെക്കുക. വെള്ളത്തിന്റെ അളവ് ചില മൈദപ്പൊടികൾക്ക് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓരോ കമ്പനിക്കും ഓരോ ഇതാണ്. ഇപ്പൊ സംഭവം റെഡിയായി, കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് 1 മണിക്കൂർ ഇനി ഇതിവിടെ അടച്ചു വെക്കാൻ പോവാണ്. ആ സമയത്ത് നമുക്ക് മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഇതിന്റെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന അതേ മസാലയാണ്. അതിലേക്ക് ടൊമാറ്റോ സോസും സ്വല്പം മലയാളിയും ഇട്ടിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇത് തണുത്തതാണ് ഈ മിക്സിങ് ഉള്ളത്. ഈ കട്ട്ലറ്റിന്റെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചിക്കൻ ഉപയോഗിക്കുക, ബീഫ് ഉപയോഗിക്കുക, ഫിഷ് ഉപയോഗിക്കുക, വെജിറ്റബിൾ ഉപയോഗിക്കുക, ഏതും വേണം ഉപയോഗിക്കുക. എന്തായാലും പൊട്ടറ്റോ ഉണ്ടാവും. അപ്പോൾ മസാല റെഡി. ഇനി ഞാനിത് നേരത്തെ കുഴച്ചു വെച്ചതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പരത്താൻ പോവാണ്. അതിന് 2 പീസാക്കിയിട്ട് നല്ല നൈസാക്കിയിട്ട് മൈദപ്പൊടിയിൽ തന്നെയാണ് അത് പിന്നെ പരത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഏറ്റവും നല്ല കനം കുറച്ചിട്ട് അത് പരത്തുക. എന്നിട്ട് അത് നമുക്ക് അതിനൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിക്കണം. ഞാൻ ഈ PVC പൈപ്പ് കൊണ്ടാണ് ഇത് പരത്താറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ പുള്ളി കുത്തുകുത്ത് കാണുന്ന ഈ പരത്തിയതിൽ അത് ചെറിയ ജീരകമാണ്. ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. അത് സെൻട്രൽ ഒരു അളവിന് വേണ്ടിയിട്ട് അവിടെ വെക്കുക. എന്നിട്ട് മസാല ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് എല്ലാ ഭാഗവും അധികം തിക്നെസ് ഇല്ലാത്ത മോഡലിൽ വെക്കുക. ശേഷം നമുക്ക് ആ സെൻട്രലിലെ ഗ്ലാസ് എടുക്കണം. ഇത് നമ്മൾ പിസ്സ ഒക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് ഇനി നമ്മൾ നിറച്ചിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. ഗ്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് സെൻട്രലിലൂടെ അങ്ങോട്ട് കട്ട് ചെയ്യുക. പിന്നെ മറ്റേ സെൻട്രലിലൂടെയും കട്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ ഇടയിലും കൂടി വീണ്ടും കട്ട് ചെയ്യുക. ഇതിന്റെ സെൻട്രലിൽ കുറച്ച് ഒട്ടാൻ വേണ്ടിയിട്ട് വെള്ളം സ്വല്പം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ചുരുട്ടുക. എന്നിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ കവറിലാക്കിയിട്ട് വേണേ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചാൽ അതാണ് ഏറ്റവും ഉത്തമം. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു കോഴിമുട്ട നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ബ്രെഡ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബ്രെഡ് പൗഡറാണ് ഇതിന് ഏറ്റവും ബെറ്റർ ഉള്ളത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് 2 കൈ സെപ്പറേറ്റ് ആയിരിക്കണം. മുട്ടയിൽ മുക്കിയ കൈ റസ്ക് പൗഡറിൽ വെക്കുക. അപ്പം എന്താ വെച്ചാൽ അത് ഒട്ടിപ്പിടിച്ച് വെക്കും. ഇതേപോലെ അതിൽ വെക്കുക, മറ്റേതിൽ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേറെ മറ്റേ കൈ കൊണ്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചൂടുള്ള എണ്ണ എന്നിട്ട് ശേഷം ചൂടാറി കഴിഞ്ഞ ശേഷം അധികം ചൂടില്ലാണ്ട് ഇത് പൊരിക്കുക. നമ്മളെ കട്ട്ലറ്റ് പൊരിക്കുന്ന അതേ സിസ്റ്റത്തിൽ തന്നെ പൊരിക്കുക. ഇപ്പം ബ്രെഡ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് പിന്നെ കരിഞ്ഞ മാസമായതുണ്ട്. അപ്പോൾ ഒന്ന് ചൂട് കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൽ നമുക്ക് കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് ഉപയോഗിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്, യാത്രകളുണ്ട്, ബിരിയാണികളുണ്ട്, റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പൊ അടിപൊളിയാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.